ഇന്നത്തെ നമ്മുടെ റെസിപ്പി അബൂദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേബ്യൻ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണിത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് മെലൺ എടുത്തിട്ടുണ്ട്. സ്വീറ്റ് മെലണിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്വീറ്റ് മെലണിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മസ്ക് മെലോൺ ഷമാം എന്നൊക്കെ പറയലുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കുറച്ചൊന്ന് ഐസാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി സ്വീറ്റ് മെലൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹെൽത്തി ജ്യൂസായിട്ട് വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേന് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഈ ജ്യൂസ് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് വേണ്ടത്. ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സെർവ് ചെയ്യുന്ന ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. തേൻ വെച്ചിട്ട് വേണം ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ജ്യൂസിന് മുകളിലായിട്ട് തേൻ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസായ അബൂദ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. താങ്ക്